ഏകാന്തത എന്നാണ് മലയാളത്തിൽ സാമൂഹ്യ ഒറ്റപ്പെടലും ഏകാന്തതയും എന്നാണ് ഇവിടെ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ലോൺലിനെസ് ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ. ലോൺലിനെസ് ഐസൊലേഷൻ രണ്ട് വാക്കുകൾ എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പ്രയോഗിക്കാൻ പറ്റില്ല. ഇവിടെ ഒറ്റപ്പെടൽ, വീണ്ടും ഒറ്റപ്പെടൽ, ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ രണ്ടും ഒറ്റപ്പെടലാകുമ്പോൾ ഒരു ഒറ്റപ്പെടലിന് ഏകാന്തത എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഏകാന്തത എന്ന് പറയുന്നത് സോളിറ്റ്യൂഡാണ്. ഈ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലോൺലിനെസ് പോലെ വേദനാജനകമായിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടുന്നാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോൺലിനെസ് എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. അത് ഒരു വ്യക്തിയുടെ സാമൂഹികമായ ഒറ്റപ്പെടൽ, സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന നിലയിലുള്ള ഒറ്റപ്പെടലുകൾ നിലക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോൺലിനെസ് എന്ന് പറയുന്നത് വൈയക്തികമാണ്, വ്യക്തിയുടെ ഒറ്റപ്പെടലാണ്. എങ്ങനെയാണ് ഈ ഒറ്റപ്പെടൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ബന്ധത്തിൽ നിന്ന്, അത് സുഹൃത്ത് ബന്ധങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തുള്ള ഭാര്യ ഭർത്തൃ ബന്ധമാവാം, അതല്ലെങ്കിൽ മക്കളോടുള്ള ബന്ധമാവാം, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോടുള്ള ബന്ധങ്ങളാവാം, എനി ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിനകത്ത് നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഊഷ്മളതയുണ്ട്. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു ഊഷ്മളതയുണ്ട്. അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന സ്നേഹം, അത് സൗഹാർദ്ദം, അത് മറ്റേ വ്യക്തിക്ക് മുഴുവനായിട്ട് അനുഭവവേദ്യമാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കും. അത് അതേ തോതിൽ തിരിച്ചു കിട്ടണമെന്നും ഞാൻ ആഗ്രഹിക്കും. സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ മനസ്സിന്റെ ചിന്തകളാണ് അതൊക്കെ. അപ്പോൾ കൊടുക്കുന്നതിനനുസരിച്ച് എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന തോന്നലിൽ നിന്നാണ് രൂക്ഷമായ ഒറ്റപ്പെടലുകൾ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പങ്കുവെക്കാൻ പറ്റുക അത്തരത്തിൽ ഏതൊക്കെ സമയത്ത് നമുക്ക് ലോൺലിനെസ് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോ അത് സ്ഥിരമായി നിൽക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ചയിലൂടെ നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹമാണ്. മുതലാളിത്ത സമൂഹം, വ്യവസ്ഥ മുതലാളിത്തത്തിന്റെ ഒരു നമ്മളിപ്പോ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു ക്യാരക്ടർ, മറ്റു ക്യാരക്ടറിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏബിളിസം എന്ന് പറയുന്നതാണ്. ഏബിളിസം നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. സെക്സിസം, ഭയങ്കരമായിട്ട് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ, അതൊക്കെ വരുന്നത് സെക്സിസം എന്ന് പറയും. ഇത് ഏബിളിസാണ്. അതായത് ഏബിൾ ബോഡിയിലായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ലോകം. നിങ്ങൾക്ക് നല്ല രീതിയിൽ വളരെ എനർജറ്റിക് ആയിട്ട് ഊർജ്ജസ്വലമായിട്ട് നടക്കാനും ഓടാനും വണ്ടി കയറാനും ഈ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിനനുസരിച്ച് ചലിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് നല്ലപോലെ ചേർന്ന് പോകും. അങ്ങനെ അല്ലാതെ വരുമ്പോൾ ഏബിൾ ബോഡിയിലായിട്ടുള്ള നല്ല ശേഷിയുള്ള ശരീരമുള്ള ആളുകൾ അല്ലാതായി തീരുമ്പോൾ നമ്മൾ അതിൽ നിന്ന്, അതിനായിട്ട് സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ പ്രായം കൂടുന്തോറും സ്വാഭാവികമായിട്ടും മുമ്പ് ഏബിൾ ബോഡിയിലായിരുന്ന ആളുകൾ ഇപ്പൊ തന്നെ എല്ലാ പ്രായത്തിൽപ്പെട്ടവരും ഈ ലോൺലിനെസ് അല്ലെങ്കിൽ ഐസൊലേഷൻ അനുഭവിക്കുന്നുണ്ട്. ഭിന്നശേഷിയുള്ള ആൾക്കാർക്ക് ഐസൊലേഷൻ അനുഭവിക്കുന്നുണ്ട്. കാരണം ഏബിൾ ബോഡിയിലായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ലോകമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ റോഡുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, റോഡുകൾ വിഭാവനം ചെയ്യുന്നതൊക്കെ സ്പീഡുള്ള വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, കാൽനടക്കാർക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ സൈക്കിളിൽ പോകുന്നവർക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ അപ്രത്യക്ഷമായ കാളവണ്ടിക്ക് ഓടുന്ന തരത്തിലല്ല റോഡുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. എല്ലാ വികസനം എന്ന് പറയുന്നതൊക്കെ ഏബിൾ ബോഡിയുടെ പേഴ്സണെ മാത്രം ആലോചിച്ചുകൊണ്ടാണ്. അത് ക്യാപിറ്റലിസത്തിന്റെ ഒരു ഇതാണ് ഏബിളിസം. നമ്മളെവിടെ കേട്ടാലും അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഏബിളിസം എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അതൊരു അടയാളമാണ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ അല്ലാത്ത ആളുകളൊക്കെ പുറന്തള്ളപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പെൻഷൻ പറ്റി പിന്നെ കുറേശ്ശേരി നമ്മൾ ഒരുപാട് കാലം ഉപയോഗിച്ച അവയവങ്ങളാണ്. ആ അവയവങ്ങൾക്ക് പലതരത്തിലുള്ള ഈ കഴിവുകളിൽ നിന്നും പിൻവാങ്ങി തുടങ്ങും. മുമ്പ് ചെയ്ത പോലെ ജോലികൾ ചെയ്യാൻ പറ്റില്ല, മുട്ടിന്റെ വേദന വരും, പിന്നെ കാലിന് വേണ്ടത്ര ശേഷി ഉണ്ടാവില്ല, കുനിഞ്ഞെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ ഷുഗർ, പ്രഷർ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഏബിൾ ബോഡിയിലായിട്ടുള്ള ആളല്ല. അപ്പൊ എന്തായാലും ഏബിൾ ബോഡിയിലായിട്ടുള്ള ആളുകൾക്ക് മാത്രമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ലോകത്ത് നിന്നും ഐസൊലേറ്റഡ് ആണ്.
അന്യവൽക്കരിക്കപ്പെട്ടു. ഇതാണ് വയോജനങ്ങൾ അനുഭവിക്കുന്ന സോഷ്യൽ ഐസൊലേഷൻ, സാമൂഹികമായ ഒറ്റപ്പെടൽ എന്ന് പറയുന്നതിൻ്റെ കാതലായിട്ടുള്ള ഒരു അംശം ഏബിൾ ബോഡിയിലായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ലോകമാണ് എന്നുള്ളതാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്. അത് നമുക്ക് ഇനി ചർച്ച ചെയ്യുമ്പോൾ ഈ പോയിന്റ്സ് ആണ് നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ലോൺലിനെസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ഏകാന്തത എന്ന് പറയുന്ന സോളിറ്റ്യൂഡാണ്. ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ലോൺലിനെസ് തോന്നുന്നില്ല. എല്ലാ മനുഷ്യർക്കും ഒറ്റയ്ക്കിരിക്കാനുള്ള, കുറച്ച് സമയമെങ്കിലും ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അവിടെ ആ സമയത്ത് ഇരുന്നുകൊണ്ട് അവരുടെ ജീവിതത്തിനെ കുറിച്ചോ മറ്റെന്തിനെങ്കിലും കുറിച്ചോ ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നല്ല പോലെ ഹരിതാഭമായിട്ടുള്ളൊരു മരമോ അല്ലെങ്കിൽ തുമ്പിയോ ഒരു പൂമ്പാറ്റയോ ഒരു കിളിയോ ഏതെങ്കിലും പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സെൻസുള്ള ആളാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നമ്മൾ ചേരുന്നത് പോലെയും അതിൻ്റെ ഒരു ഭാഗമായിട്ടിരുന്നു. അതാണ് എല്ലാവരും ഈ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. ഈ നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് നമുക്കങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഒറ്റപ്പെടലല്ല, അത് ഏകാന്തതയാണ്. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഏകാന്തത ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് ചിലർക്ക് അത് വളരെ കൂടുതലായിരിക്കും, ചിലർക്ക് അത് എപ്പോഴും ആളുകളുടെ കൂട്ടത്തിലിരിക്കുന്നുണ്ടാവും. എപ്പോഴും ആളുകളുടെ കൂട്ടത്തിലിരിക്കണം എന്നുള്ള ആളുകൾക്ക് പോലും ഒറ്റയ്ക്കിരിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഒറ്റപ്പെടലും ഏകാന്തതയും എന്ന് പറയുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മൾ രണ്ടും ഒരേപോലെ ഉള്ള വാക്കുകളായിട്ട് ഉപയോഗിക്കുന്നുകൊണ്ട് പറഞ്ഞതാണ് ലോൺലിനെസ് ആൻഡ് സോളിറ്റ്യൂഡ്. സോളിറ്റ്യൂഡ് ഇപ്പം പ്രേമിച്ച് നന്നായി വരയ്ക്കുന്നു പറഞ്ഞാൽ ഇല്ലേ അവരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഒരു ഫ്രെയിമില് ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൂട്ടായ പ്രവർത്തനമല്ല. അത് ടീച്ചറുടെ മനസ്സിലുള്ള ഒരു ഇമേജിനെ പുറത്ത് ചായങ്ങളാൽ ആവിഷ്കരിക്കുകയാണ്. അങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഒറ്റപ്പെടലല്ല. അതല്ല, അത് വലിയ തോതിലുള്ള ഒരു ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന കൃതാർത്ഥത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ വലിയൊരു കൃതാർത്ഥതയിലേക്ക് പോകും. അപ്പോൾ ഒറ്റയ്ക്കിരിക്കലല്ല ഒറ്റപ്പെടുന്നത്, അത് വളരെ പ്രധാനമാണ്. പക്ഷെ എല്ലാ സമയത്തും ഒറ്റയ്ക്കിരിക്കാൻ മാത്രം, വേറെ ആരും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കാൻ മാത്രം ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ഒറ്റപ്പെടലായിട്ട് മാറുകയും ചെയ്യും. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകണം. ഒറ്റയ്ക്കിരുന്ന് പുസ്തകം വായിക്കുക, വരയ്ക്കുക, പ്രകൃതി ദൃശ്യങ്ങൾ കാണുക, അതൊക്കെ ഇഷ്ടമുള്ള ആൾ. ചിലപ്പോൾ ചില ആളുകൾ എന്നോട് തന്നെ ചിലര് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ മക്കളുടെ മക്കളൊക്കെ എപ്പോഴും മക്കളാണ്. ടീച്ചർക്ക് ഇങ്ങനെ ഇരുന്ന് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രയാസം ഭയങ്കര ഒറ്റപ്പെടലില്ല. ഞാൻ എനിക്കൊരു ഒറ്റപ്പെടലുണ്ട്. എൻ്റെ വീട്ടിലെ ആളുകൾ ഇല്ലാന്നല്ല, ഓരോരോ സാഹചര്യത്തിൽ ഇഷ്ടംപോലെ ആളുകൾ ചിലപ്പോൾ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുമ്പോൾ അഞ്ചാറുകളിൽ കൂടി വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നില്ല. ഞാൻ പറയാം എനിക്കൊരു പ്രയാസമില്ല. കാരണം ഞാനൊരു നോവൽ വായിക്കുകയോ ഒരു കഥ വായിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ ആ കഥാപാത്രങ്ങളുമായിട്ട് താതാത്മ്യമാണ്. അല്ല, ഞാനൊരു ലേഖനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിവിൻ്റെ ഒരു വലിയ ലോകം എൻ്റെ മുന്നിൽ തുറന്നു വരുമ്പോൾ എനിക്കൊരു ഒറ്റപ്പെടൽ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയത് അത് കേൾക്കാൻ ആഗ്രഹമുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവിടെയും ഒറ്റപ്പെടലുണ്ടാവുന്നു. അപ്പൊ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തൊക്കെ ഒരു ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എന്ന് കരുതി, ചിലപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്, മറ്റുള്ളവർക്ക് എന്ന് കരുതി നമ്മൾ സംഭാവന ചെയ്ത കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു തിരിച്ച് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ബോധത്തിൽ നിന്നുളവാകുന്ന അതിതീവ്രമായിട്ടുള്ള മനോവേദനയെ നമുക്ക് ലോൺലിനെസ് എന്ന് പറയാം. ആ വേദന എന്ന് പറയുന്നത് അത് നമുക്കിങ്ങനെ മാറ്റി പറയാൻ പറ്റില്ല. ഇപ്പോൾ പറയുന്നത് ലോൺലിനെസ്, പ്രത്യേകിച്ച് വയോജനങ്ങളുടെ ലോൺലിനെസ് എന്ന് പറയുന്നത് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഏബിൾ ബോഡിയിൽ ആളുകൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ട ലോകത്ത് ലോൺലിനെസ് കൂടിക്കൂടി വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വരും, പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക്.
വ്യക്തികൾക്കിടയിൽ. കാരണം സ്വാഭാവികമായിട്ടും ഭൗതികമായിട്ട് തന്നെ ശാരീരികമായി തന്നെ എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ തക്കവണ്ണം പുറത്തു വരാനോ സഞ്ചരിക്കാനോ ഒക്കെയുള്ള ശേഷികൾ നഷ്ടപ്പെടുമ്പോൾ ഓരോരോ ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് ഒതുങ്ങിപ്പോകും. അങ്ങനെ വരുമ്പോൾ വലിയ തോതിലുള്ള ലോൺലിനെസ്, അതും പ്രത്യേകിച്ച് ഇപ്പൊ പെൻഷനേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഔദ്യോഗിക ജീവിതമൊക്കെ നയിച്ചിരുന്നവരാണ്, കൂടുതൽ തുറന്ന ലോകവുമായി ഇടപെട്ടിരുന്നവരാണ്, അവരാണ് പിൻവാങ്ങുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ലോൺലിനെസ് എന്ന് പറയുന്നത് ഒരു തീവ്ര വേദന എന്ന് പറയുമ്പോൾ എത്ര ഭയങ്കര ദുഃഖമാണോ കരഞ്ഞിരിക്കണം ഒന്നുമല്ല, പക്ഷെ അതൊരു ഈ ഉമിത്തി നീറുന്ന പോലെയുള്ള ഒരു വലിയ ആളിക്കത്തലല്ല, പക്ഷെ ഉമിത്തി നീറുന്ന പോലെയുള്ളൊരു നീറ്റലായിട്ട് മനസ്സിൽ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് അനുഭവപ്പെടുന്നത് ശാരീരികമായിട്ട് കൂടുതൽ രോഗാവസ്ഥയിലേക്ക് പോകാനുള്ള കാരണമായി തീരുന്നു എന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കമുള്ള ബോഡീസ് ശ്രദ്ധിച്ചു വരുന്നു. ഇതിൽ പലതുണ്ട്. ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ പോലെയുള്ള സ്മൃതിനാശം, ഇതൊക്കെ ഉണ്ടാകാനുള്ള പ്രേരണയായിട്ട് ഒരുപാട് വളരെ പ്രായമായതിനു ശേഷമാണ് ഈ ക്യാൻസർ ജീൻസ് ഒക്കെ ആക്റ്റീവ് ആകുന്നത്. എല്ലാ മനുഷ്യരുടെ ശരീരത്തിലും ക്യാൻസറിനുള്ള ജീൻസ് ഉണ്ട്, ഓങ്കോ ജീൻസ് എന്ന് പറഞ്ഞ ജീൻസ് ഉണ്ട്, ഇതിൻ്റെ സമയം തൊട്ടുണ്ട്. അതെല്ലാം ഇനാക്റ്റീവായിട്ട് കിടക്കുകയാണ്, ഉറങ്ങിക്കിടക്കുകയാണ്. അത് ഉണരുന്നത് പല ട്രിഗർ വഴിയാണ്. ചിലപ്പോൾ പുകവലിക്കുന്നത് കൊണ്ടായിരിക്കും ഒരു ഓങ്കോജീൻ ഉണരുന്നതും. അത് അതിൻ്റെ പ്രവൃത്തി ചെയ്തു തുടങ്ങുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഭീകരമായ അസുഖത്തിലേക്ക് പോകുന്നു. ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളത് പുകവലിയേക്കാൾ കൂടുതൽ കാർസിനോജനിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ലോൺലിനെസ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഒരു ഓപ്പൺനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ ഒരു കൂട്ടത്തിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മക്കൾ എവിടെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം വളരെ സുവർണ്ണ സുരഭിലമാണ്, നിങ്ങളുടെ ജീവിതം പോലെയല്ല എന്നുള്ള ഒരു കമ്പാരിസൺ എപ്പോഴും നടത്തുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മുടെ സമൂഹം. അത് കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോക രാജ്യങ്ങളിലൊക്കെ ഇതിൽ നിന്നൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ട്. ആളുകൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ വളരെ അടഞ്ഞ സമൂഹമാണ്, പ്രത്യേകിച്ച് കേരള സമൂഹം വലിയ തോതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമൂഹമാണ്. അതായത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഞാനും എൻ്റേതായിട്ടുള്ളൊരു ഞാനും രണ്ടായിട്ട് വേർപിരിഞ്ഞ ദ്വന്ദ്വ വ്യക്തിത്വമായിട്ട് ജീവിക്കുന്ന ആളുകൾ ധാരാളമായിട്ട് കേരള സമൂഹത്തിലുണ്ട്. മക്കളൊക്കെ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ മക്കൾ വീട്ടിനകത്ത് തന്നെ ഉണ്ടാവും, എങ്കിൽ പോലും ആ മക്കളെ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾക്ക് ലോൺലിനെസ് അനുഭവപ്പെടും. അത് വളരെ തീവ്രമായിട്ടുള്ള ലോൺലിനെസ് ആണ്. കാരണം മക്കൾക്ക് നല്ല തിരക്കുണ്ടാവും. മക്കളുടെ മക്കളെ കുറച്ചു കാലം അവർ സ്കൂളിൽ പോകുന്നവരെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകും. അവർക്ക് സ്കൂളിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുമായിട്ട് ഇറങ്ങിച്ചേർന്ന് വരുമ്പോൾ അവർക്ക് മറ്റൊന്നിനും സമയമില്ലാതെയാവും. ഈ ഗ്രാൻഡ് പാരന്റ് എന്ന് പറയുന്ന ആളും അവരവരുടെ ജീവിതം മുഴുവനായിട്ട് ഒഴിഞ്ഞു വെച്ചതാണ്. അപ്പൊ അവരാഗ്രഹിക്കുന്ന ആ തരത്തിലുള്ള ഉത്തരമാണ്. സ്വാഭാവികമായിട്ട് ആ ഉത്തരത്തിൽ ഇത്ര തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന യുവാക്കളും അവരുടെ മക്കളും അവര് ആ ലോകത്തിന്റെ ഭാഗമാകാനുള്ള വ്യഗ്രതയില് ഒഴിവു സമയങ്ങൾ പോലും ചിലപ്പോൾ യാത്രകൾക്കോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള കൂട്ടച്ചേരലുകൾക്കോ അവരുടേതായി മാത്രമുള്ള കൂട്ടച്ചേരലുകൾക്കോ ആയി മാത്രം ഒഴിഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്കാവുന്നത്, പുറന്തള്ളപ്പെടുന്നത് അവിടുത്തെ പ്രായമായ ആളുകളായിരിക്കും. ആ പ്രായമായ ആളുകൾ ദമ്പതികളായിരുന്നിട്ട് കുറെ കാലം ഒന്നിച്ച് ജീവിച്ച ഒരാൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വേദന അതിനേക്കാൾ തീവ്രമായിരിക്കും. അതായത് വിഡോടാണ്, വിഭാര്യനാണെങ്കിലും വിധവയാണെങ്കിലും അതിലെ ഈ ദമ്പതി എന്ന് പറയുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു ഫാക്ടർ അവിടെ പ്രവർത്തിക്കുന്നത് എന്താ വെച്ചാൽ ഏതാണ്ട് സമപ്രായമായിരിക്കും, ഒരേ തലമുറയിൽ ജനിച്ചു വളർന്ന ആൾക്കാരായിരിക്കും, ഒരേ അനുഭവങ്ങൾ പിന്നിട്ടവരായിരിക്കും, ഒരേ നാട്ടുഛായകളൊക്കെ അകത്തുള്ളവരായിരിക്കും. അവർക്കത് പരസ്പരം പറയാൻ പറ്റും. മക്കളോട് പറഞ്ഞാലും ഈ പഴംപുരാണം ഞങ്ങളോട് പറയണ്ടെന്ന് പറയും. അവരെ സംബന്ധിച്ചിടത്തോളം അത് പഴംപുരാണമാണ്. അപ്പോൾ അവിടെയും ലോൺലിനെസ് എന്ന് പറയുന്ന തീവ്രമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി. ആ ലോൺലിനെസ് എന്ന് പറയുന്നത് കത്തിക്കൊണ്ടേയിരിക്കും, എരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ എരിച്ചിലാകട്ടെ മറച്ചു വെച്ചുകൊണ്ട് ചിരിച്ച മുഖങ്ങളുമായിട്ട് മറ്റുള്ളവരുമായിട്ട് വല്ലപ്പോഴും അവസരം കിട്ടുന്ന
സമയത്ത് മുഴുവനും ആ വ്യഥകളെ മൂടി വയ്ക്കുകയും അകത്തേക്ക് തിരയടിക്കുന്ന കടലായ കടലുകളെയൊക്കെ മൂടി വയ്ക്കുകയും തീരത്തിൽ നിന്ന് സന്തോഷപൂർവ്വം സംസാരിക്കുന്ന ആളുകളായിട്ട് പ്രകടനം നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ മറികടക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കുന്നു. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോൺലിനെസ് എന്ന് പറയുന്നത് ഈ ഒരു സമൂഹത്തിനകത്ത് വയോജനങ്ങളുടെ മാത്രം അനുഭവമല്ല. ഈയിടെ കാണുന്ന ഒരു പഠനത്തിൽ കണ്ടത് അമേരിക്കയിൽ US ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ഈ ഏബിൾ ബോഡിയുടെ മനുഷ്യർക്ക് മാത്രമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ആ സമൂഹത്തിനകത്ത് 60% ആളുകളും ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്. 60% ആളുകൾ എല്ലാ ഏജ് ഗ്രൂപ്പിലും പെട്ട ആളുകൾ ലോൺലിനെസ് അനുഭവിക്കുന്നു. UK ഈ ജനറേഷൻ Z എന്ന് പറയുന്ന, അതായത് 2000-ന് ശേഷം ജനിച്ച കുട്ടികളിൽ മഹാഭൂരിപക്ഷവും ലോൺലിനെസ് അനുഭവിക്കുന്നതാണ്. അവരുടെ ഈ ബഹളമൊന്നും കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട, അത് ലോൺലിനെസ് ഉണ്ടവർക്ക്. അതിൻ്റെ പശ്ചാത്തലം നോക്കി നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ ചുരുക്കാം. ശരിക്കും പറഞ്ഞാൽ മനുഷ്യര് പ്രകൃതിയിൽ നിന്ന് ഏലിയനേറ്റഡ് ആയിട്ടുണ്ട് ഒരു സമയത്ത്. മൊത്തത്തില് പ്രകൃതിയിൽ നിന്ന് വിട്ടുപോകും. അതെപ്പോഴാണെന്ന് പറയാമോ? ഞാൻ മാത്രം സംസാരിച്ച് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടാക്കി ഞാൻ ചോദിച്ചതാണ്. പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണം, ഏലിയനേഷൻ ഫ്രം നേച്ചർ എന്ന് പറയുന്നത്, അതെപ്പോഴാണ് സംഭവിച്ചത്? യൗവനം കഴിഞ്ഞപ്പോഴാണെന്ന് അദ്ദേഹം പറയുന്നത്. മനുഷ്യരെ, ഞാൻ പൊതുവെ മനുഷ്യരുടെ കാര്യം പറയുന്നത്, വ്യവസായവൽക്കരണം കുറച്ചുകൂടെ പിന്നിലേക്ക് പോയാൽ വ്യവസായവൽക്കരണം നല്ലൊരു ഉത്തരവാണ് പറയാം. നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, അതൊക്കെ ഓരോ ഘട്ടങ്ങളാണ്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. മനുഷ്യന്റെ തലച്ചോറ് മറ്റു മൃഗങ്ങളുടെ തലച്ചോറിൽ നിന്നും വ്യത്യസ്തമാണ്. ആ വ്യത്യാസം ആദ്യം വന്നത് സ്വത്വബോധം ഉണ്ടായപ്പോഴാണ്. ഞാനുണ്ട് എന്നുള്ള ബോധം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ വ്യക്തിത്വത്തിന് എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാപിക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ബോധ്യങ്ങൾ ഉണ്ടാവുന്നത്. എൻ്റെ എന്നുള്ള വിചാരം, അങ്ങനെയുള്ള വിചാരല്ലേ? എൻ്റെ വീട്, എൻ്റെ മക്കള്, എൻ്റെ പേരക്കുട്ടികൾ, അങ്ങനെ അതിന് സെൽഫ് അവയർനെസ് പറയും. ഞാനുണ്ട് എന്നുള്ള ബോധം. നമ്മൾ വസ്ത്രങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നതൊക്കെ ആ ബോധത്തിൽ നിന്നും. നമ്മൾ ബൈബിളിലൊക്കെ പറയുന്ന ആദമിന്റെ ഹവ്വയുടെയൊക്കെ കഥയൊക്കെ ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്വത്വബോധമാണ് അവിടേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാം. പുറത്താക്കപ്പെടുന്നു, സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രകൃതിയിൽ നിന്ന് നമ്മൾ അന്യവൽക്കരിക്കപ്പെട്ട ആ സമയമാണ്. നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ല, നമ്മുടെ തലച്ചോറ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഞാനുണ്ട് എന്ന ബോധം വന്നു, സെൽഫ് അവയർനെസ് വന്നു. അത് വരുമ്പോൾ അത് മാത്രമായിട്ട് വരില്ല, ഡെത്ത് അവയർനെസ്സും കൂടെ വരും. ഞാനുണ്ട് എന്ന ബോധം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നാളെ ഇല്ലാതെയാകുന്നുള്ള ബോധം കൂടെ വരും. വന്നിട്ടില്ലേ? വയോജനങ്ങളാകുമ്പോൾ അത് കുറേ കൂടെ കൂടുതലോ അല്ലേ? മുമ്പ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല. എത്രയോ മരണങ്ങളിൽ നമ്മൾ പോയി, നാളെ നമ്മൾ മരിക്കുന്നു വിചാരിച്ചിട്ട് പോയിട്ടുണ്ടോ? ഇപ്പോ മരണങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വന്തം ഞാനില്ലാതെയാവുന്ന കാര്യത്തെ കുറിച്ചും കൂടിയുള്ള ചിന്തകൾ കൂടുതലായിട്ട് വരും. ചെറുപ്പത്തിലെ ഇത്തരത്തിലുള്ള കുറച്ച് ഫിലോസോഫിക്കലായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് പണ്ടേ വന്നിട്ടുണ്ടായിട്ട് അതൊക്കെ ഇപ്പൊ നമുക്ക് വരും. നമ്മുടെ കൂടെ നടന്ന ഒരുപാട് പേരെ, ഈ കൂടിയിരിക്കുന്നവരും ചിലരൊക്കെ മുമ്പ് കൂടിയിരുന്നവരും ഇല്ല, അവർ പോയി. ഇപ്പോൾ ഞാനാണ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഓരോരുത്തരായിട്ട് കാലയളവിനുള്ളിൽ മറയുന്നു. അപ്പൊ നമുക്കറിയാം നാളെ നമ്മളും ഇത് തന്നെ നേരിടേണ്ടി വരും. ഒരുവിധം ചിന്താശേഷിയുള്ള എല്ലാ ആളുകൾക്കും ഈ ഡെത്ത് അവയർനെസ് ഉണ്ട്. അപ്പൊ സെൽഫ് അവയർനെസ്സും ഡെത്ത് അവയർനെസ്സും ഉള്ള ഒരേ ഒരു ജീവി എന്ന ലേബൽ കിട്ടിയ അന്ന് മുതൽ പ്രകൃതിയിൽ നിന്നും നമ്മൾ അന്യവൽക്കരിക്കപ്പെട്ടു. ബാക്കി ഒരു ജീവിക്കും അറിയില്ല. ഭയം എല്ലാ ജീവികൾക്കും ഉണ്ടാവും, പക്ഷെ മരണ തിരിച്ചറിവ്, ഡെത്ത് അവയർനെസ്, സെൽഫ് അവയർനെസ് അതൊക്കെ അതുകൊണ്ടാണ് ഒരു വസ്ത്രം ധരിക്കാനും മനസ്സിലാക്കുന്നത്. ഒരു പൂച്ചയോ പട്ടയത്തിൻ്റെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ വെറുതെ പോകും, നമ്മൾ വരുന്നില്ല. അപ്പോൾ അത് ഒരുപാട് പറയാനുണ്ട്. സെൽഫ് അവയർനെസ് ഉണ്ടായിട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് മാറി നമ്മൾ പ്രകൃതിയെ നോക്കും, പ്രകൃതിയെ സംരക്ഷിക്കണം, പ്രകൃതി കാണാൻ പോകും എന്നൊക്കെ പറയും. വാസ്തവത്തിൽ നമ്മൾ അതിൻ്റെ ഭാഗമല്ലേ? പക്ഷെ അതിൻ്റെ ഭാഗമായി ഇരിക്കെ തന്നെ അതിൻ്റെ ഭാഗമല്ലാത്ത പോലെ ആയി തീർന്നതിനെയാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്.
പിന്നെ പറഞ്ഞത് ഞാൻ ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ അർബനൈസേഷൻ, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഓരോരോ സ്റ്റേജസാണ്. ആദ്യം അങ്ങനെ അന്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രകൃതിയിലെ മറ്റ് ജന്തുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്കുമൊക്കെ ആയിട്ട് ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സംരക്ഷണം കിട്ടുകയുള്ളൂ എന്നുള്ള ബോധ്യം കൂടെ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ ഓരോരോ ഘട്ടങ്ങളാണ്. കാരണം നമുക്ക് വലിയ ഡിഫൻസീവ് മെക്കാനിസംസ് ഒന്നുമില്ല, വലിയ പല്ലുകളോ നക്കോ പുലിയുടെ സിംഹത്തിൻ്റെയും പോലെയൊന്നുമില്ല. അതുപോലെ നമുക്ക് സെൽഫ് അവയർനെസ് വന്നപ്പോൾ നമുക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് ഹണ്ടർ ഗ്യാദറോ ഇങ്ങനെ ഭക്ഷണം തേടി നടക്കുന്നു, നായാടുന്നു, അത് ഉപയോഗിച്ച് കഴിക്കുന്നു. പിന്നീട് അഗ്രികൾച്ചറൽ സൊസൈറ്റിയായിട്ട്, കൃഷി ചെയ്യുന്ന സൊസൈറ്റിയായിട്ട് നമ്മൾ മാറുന്നു. അപ്പോഴൊക്കെ നമുക്ക് കൂട്ടം കൊടുക്കും. അതുകൊണ്ടാണ് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് പറയുന്നത്. സമൂഹ ജീവിയാണ്, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല മനുഷ്യർക്ക്. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഒറ്റയ്ക്ക് മതി, ഞാൻ ഒറ്റയ്ക്ക് മതി, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം പറഞ്ഞ ആൾക്ക്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്ക് ഒരു സോഷ്യൽ സപ്പോർട്ട് ഉണ്ട്. അയാൾക്ക് പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറെ സൗകര്യങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളത്. ആ സൗകര്യങ്ങൾ എവിടെ നിന്ന് വരുന്നത്? അയാളുടെ വീട്ടിൽ അടിച്ചു വരി തുടങ്ങിയാൽ വരുന്ന ആൾ എവിടെ നിന്ന് വരുന്നത്? അല്ലെങ്കിൽ പ്ലംബർ എവിടെ നിന്ന് വരുന്നത്? ഇലക്ട്രീഷ്യൻ എവിടെ നിന്ന് വരുന്നത്? സപ്പോർട്ട് ഇസ് ദർ, ഓൾവേസ് ദർ. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, അതിനൊരു ഉദാഹരണം പറഞ്ഞാണ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന് പറ്റില്ല. മനുഷ്യനൊരു സോഷ്യൽ ആനിമലാണ്. അത് പരിണാമ ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ ഒരു സോഷ്യൽ ആനിമലാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അഗ്രികൾച്ചറൽ സൊസൈറ്റി ആകുമ്പോഴും അത് വേണം, കൂടുതൽ വേണം. ഇൻഡസ്ട്രിയലൈസേഷൻ ആകുമ്പോഴേക്കും കൂടുതൽ ഒറ്റപ്പെട്ടു. വളരെ ശരിയായിട്ടുള്ളൊരു ഉത്തരമാണ്. അതായത് പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണം എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷനെ പറയാം. വ്യവസായങ്ങൾ ഉണ്ടാകുന്നു, കൃഷിയിടങ്ങളിൽ നിന്ന് ആളുകളൊക്കെ വ്യവസായശാലകളിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഉൽപാദനം ഉണ്ടാകുന്നു, അതിനായിട്ടുള്ള സമ്പാദ്യം ഉണ്ടാകുന്നു. ആ സമ്പാദ്യം ഉപയോഗിച്ച് എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. അതിൻ്റെ കൂടെ വന്ന ഒന്നാണ് ഇൻഡിവിജ്വലൈസേഷൻ, വ്യക്തിവൽക്കരണം. ഞാനും എൻ്റെ ഭാര്യ ഒരു തട്ടാനും എന്ന അങ്ങനെ അത് മാത്രമായാൽ എനിക്ക് ജീവിച്ചു പോകാമെന്നുള്ള ചിന്തയിലേക്ക് ലോകം വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷനും അതിനോട് ചേർന്ന് വന്നിട്ടുള്ള ഇൻഡിവിജ്വലൈസേഷനുമാണ്. അത് വെസ്റ്റേൺ ആണ്. വെസ്റ്റേൺ വൈറ്റ് വെസ്റ്റേൺ ചിന്താഗതിയാണ്. നിങ്ങൾ ഇൻഡിവിജ്വൽ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ. ഇൻഡസ്ട്രിയലൈസേഷൻ സമയത്ത് ട്രേഡ് യൂണിയനുകൾ, ശക്തമായ ട്രേഡ് യൂണിയനുകൾ, തൊഴിൽ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. അതിലുള്ള ആ സോഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ 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 പതുക്കെ ഈ ഇൻഡിവിജ്വലൈസേഷൻ കൂടി വരുന്നതായിട്ട് കാണാം. നിങ്ങൾ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? നമ്മൾ നമ്മുടെ കാര്യം നോക്കും. സത്യനന്ദിക്കാട് സിനിമയിലെ നോൺസെൻസ് പോകും. സത്യനന്ദിക്കാട് സിനിമ കൊണ്ട് കുടുംബ സിനിമയാണെന്നുകൊണ്ട് വലിയ പ്രചരിക്കുന്ന ഇതിലൊക്കെ എവിടെയെങ്കിലും ഒരു ഡയലോഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനാ ഇറാഖിലെയും അമേരിക്കയിലെയും കാര്യം നോക്കണം? നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നോക്കിയാൽ പോരെ. ക്യാപിറ്റലിസത്തിന്റെ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്ന കാര്യത്തിന്റെ മുദ്രാവാക്യങ്ങളാണ് പറയുന്നത്. ഞാൻ അങ്ങനത്തെ കൂടുതൽ മുദ്രാവാക്യം ഞാൻ പറയുന്നില്ല. എന്തായാലും ഇൻഡസ്ട്രിയലൈസേഷനും ഇൻഡിവിജ്വലൈസേഷനും വന്നതോടുകൂടി അവനവനിലേക്ക് ചുരുങ്ങുന്ന പ്രവണത കൂടിക്കൂടി വരും. ഇപ്പൊ എന്തായി? ഏറ്റവും കൂടുതൽ കണക്റ്റഡ്നെസ് ഉള്ള ലോകമാണ് അല്ലേ? നിങ്ങളെന്നെ കണക്ട് ചെയ്യുന്നത് ഇതുവഴിയല്ലേ? സ്മാർട്ട് ഫോൺ വഴിയല്ലേ വിളിക്കുന്നത് പറയുന്നതൊക്കെ? ഏറ്റവും കൂടുതൽ കണക്റ്റഡ്നെസ് ആണ്. അത്ര ഇൻഫർമേഷൻ ടെക്നോളജി വഴി ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് മറ്റെവിടേക്കും സന്ദേശങ്ങൾ കൈമാറാവുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കം പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ കണക്റ്റഡ് എന്ന് പറയുന്ന ലോകത്തിരുന്നു കൊണ്ട് ഒരു വീട്ടിനകത്ത് ഓരോരുത്തരും ഒറ്റപ്പെടുന്നു. കാരണം എനിക്ക് വേണ്ട കാര്യം എനിക്ക് നോക്കാം, മറ്റേ ആൾക്ക് വേണ്ട കാര്യം അയാൾക്ക് നോക്കാം. അയാൾ നോക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ നോക്കുന്ന കാര്യത്തിൽ എന്റെ ഭർത്താവിന് താല്പര്യമില്ല. നമ്മൾ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അവനവന്റെ ലോകത്തിലേക്ക് ചുരുക്കിപ്പോയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിൽ വന്നപ്പോഴേക്കും നമ്മൾ പ്രകൃതിയിൽ നിന്ന് വെക്കുന്ന ഓരോ ചുവടുകളും അത് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുഴുവനായിട്ടും ഏലിയനേഷൻ, അന്യവൽക്കരണം എന്ന് പറയുന്നത് ഒരു മൊത്തത്തിലൊരു മനുഷ്യ സമൂഹം തന്നെ കൂടുതൽ ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഓരോ മനുഷ്യനും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പരിഹാരം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ മാത്രമേ അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇക്കണ്ട യുവജനങ്ങൾ മുഴുവനും അവർക്ക് ഒരു സോഷ്യലൈസേഷനും ഇല്ല.
അതുകൊണ്ടാണ് സർവേകളിൽ പറയുന്നത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് വളരെ കൂടുതൽ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് ജനറേഷൻ ഇസെറ്റ്. ഇപ്പോ 2000-ന് ശേഷം ജനിച്ച കുട്ടികളെയുണ്ടോ ജനറേഷൻ ഇസെറ്റ് എന്ന് പറയുന്നത്? അവര് ലോൺലിയാണ്. ഈ അർത്ഥശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകൾ ഉണ്ട് എന്നല്ലാതെ ചിലപ്പോ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഭാഗമായിരിക്കുന്ന ആളുകൾ ചില പ്രോഗ്രാമുകൾക്കായിട്ട് കൂട്ടം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എൻ്റെ വ്യഥകൾ അറിയുന്ന, എന്നെ അറിയുന്ന ഒരു കൂട്ടുകാരൻ, ഞാൻ പരാജയപ്പെടുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം ചുരുങ്ങി വരികയാണ്. കാരണം ഈ ലോകത്തിന്, ഈ ഏബിൾ ബോഡീഡ് ഇൻഡിവിജ്വൽസിന്റെ ഈ ലോകത്തിന് പരാജിതരെ ആവശ്യമില്ല, വിജയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ മോഹൻദാസൊക്കെ ഇവിടെ ഗോകുലം കോളേജിലൊക്കെ പഠിപ്പിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് പേര് ഓരോ സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നു. അവിടെയൊക്കെ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കും. എന്നിട്ട് എന്താ പറയുക മോട്ടിവേഷണൽ ക്ലാസ്സിൽ? ഇയാള് ബിൽ ഗേറ്റ്സ് കോളേജിൽ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു, അയാൾ പിന്നെ വന്ന് ലോകത്തിന്റെ നെറുകയിലായി, അയാളെ കോടിക്കണക്കിന് സമ്പാദിച്ചു, അയാൾ അങ്ങനെയായി, അയാൾ അങ്ങനെയായി. അതേപോലത്തെ ഡ്രോപ്പ് ഔട്ടായി അതേ വഴി പോയി അവസാനം ഈ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ട പതിനായിരങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്നും അവരുടെയൊക്കെ വില്ലിനെ ചൂഷണം ചെയ്തുകൊണ്ട് വളർന്ന ഒരു ബിൽ ഗേറ്റ്സിനെ ഉദാഹരണമാക്കിക്കൊണ്ട് വിജയത്തിന്റെ ഉദാഹരണമാണിത് എന്ന് പരാജിതരുടെ മുമ്പിൽ പറയുന്ന ഒരു ലോകം കൂടിയാണ്. പരാജിതരെല്ലാം ഒറ്റപ്പെട്ടു പോകും. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിച്ചു എന്ന് പറയുമ്പോഴാണ് എനിക്ക് അഭിമാനം ഉണ്ടാകുന്നത്. വിജയികളുടെ ലോകത്തിൽ എൻ്റെ അഭിമാനം വിജയമാണ്, എൻ്റെ പരാജയം അവിടെ എടുക്കുന്ന നാണയമല്ല, അത് എടുക്കാത്ത നാണയമാണ്. അപ്പൊ പരാജിതരെല്ലാം കൂടെ അന്യവൽക്കരിക്കപ്പെട്ടു. എങ്ങനെ പരിഹരിക്കും നമ്മൾ? ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ലോൺലിനെസ് എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് മാത്രമല്ല, ഒരുപാട് പേര് ഇവിടെ ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ട്. ഈ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ എല്ലാം കൂടെ ചേർത്ത് കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടതാണ്. ഈ വിഷയം രാജനിത് ഇങ്ങനെ പറഞ്ഞപ്പോൾ നല്ല വിഷയമാണല്ലോ, നല്ലപോലെ ചർച്ച ചെയ്യാനുള്ള വിഷയമാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതിലേതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ തൽക്കാലം ഇത് ഉപസംഹരിക്കുകയാണ്. ഒന്ന്, ഈ പറയുന്ന പ്രകൃതിയിൽ നിന്നുള്ള ഏലിയനേഷൻ എന്ന് പറയുന്നത്, അതിൽ നിന്ന് പിന്നെ കൂടുതൽ ഏലിയനേറ്റഡ് ആയിട്ട് ഈ സമയത്ത് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുമെങ്കിൽ നിലവിലെ ഈ സമൂഹത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതിനു വേണ്ടിയിട്ട് അതിനെന്താണ് പരിഹാരം എന്ന രീതിയിൽ ആലോചിക്കാനും ഒക്കെയുള്ള ശേഷിയുള്ള ആളുകൾ വാസ്തവത്തിൽ ഈ വയോജനം എന്ന് പറയുന്ന ആളുകളാണ്. കാരണം ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. ഇപ്പൊ നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടിയിട്ട് പാരന്റിംഗ് എന്ന ഒരു മൊഡ്യൂള് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രക്ഷാകർതൃത്വത്തിനെ കുറിച്ചൊരു ഒരുപാട് ആളുകൾ ഇങ്ങനെ രക്ഷാകർതൃത്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുണ്ടാവില്ല, എങ്ങനെ പഠിക്കാൻ പരീക്ഷ എഴുതാന്നുള്ളതൊക്കെ മാത്രമേ പറയുള്ളൂ. നമ്മൾ വിചാരിച്ചു ഇങ്ങനെയല്ല, ഇങ്ങനൊരു സമൂഹമാണല്ലോ, അപ്പൊ അതില് എങ്ങനെയായിരിക്കും രക്ഷാകർതൃത്വം, എങ്ങനെയാണ് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഈ സമൂഹത്തിനകത്ത്? ഇതുപോലെ ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട് ഓരോ ദിവസവും സൈഡിലേക്ക് തള്ളി നീക്കപ്പെടുന്ന ആളുകൾ സമൂഹത്തിനകത്ത് എല്ലാവരെയും ചേർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നതിന് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ പാരന്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്മൾ ഉണ്ടാക്കിയത്. എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ എഴുതുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു ചർച്ചയ്ക്ക് അവസാനമാണ് ഞാനെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെ എഴുതുന്ന ജോലി എടുക്കുന്നത് കൊണ്ട് കുറെ എഴുതി വരുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് പറയുന്നത് അത് ഈ ഒരു ഏലിയനേഷൻ കുട്ടികൾ കുറെ കൂടെ നല്ല രീതിയിൽ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അവരുടെ തലച്ചോറ്, നമ്മളവിടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്, ന്യൂറോ ഡെവലപ്മെന്റ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ആ ഡെവലപ്മെന്റ് ശരിയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്റർ ജനറേഷണൽ ഇന്ററാക്ഷനാണ്. അതായത് എല്ലാ ജനറേഷനുള്ള ആളുകളുമായിട്ടും നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാവണം. ഈ ഇന്റർ ജനറേഷണൽ ഇന്ററാക്ഷൻ മുമ്പുള്ള ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്നു, കൂട്ടുകുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വെറുതെ കൂട്ടുകുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ആ കാലത്തേക്ക് തിരിച്ചു
ഇല്ല, ജന്മിത്വ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നതാണ്. ആളുകൾക്ക് മണ്ണിൽ കുഴികുത്തി ഇലയിട്ട് ചോറ് കൊടുത്തിരുന്ന ആ കാലത്തേക്ക് ഒന്നും പോകണമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഈ കാലത്ത് എങ്ങനെയാണ് ഇന്റർ ജനറേഷണൽ ഇന്ററാക്ഷൻ ഉണ്ടാക്കിയിരിക്കുക? അങ്ങനെ ആലോചിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്, ഓരോരുത്തർക്കും ഉത്തരവാദിത്തം. നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിനകത്ത് ആ വീടിൻ്റെ അടുത്ത് ഒരു അംഗൻവാടി ഉണ്ടെങ്കിൽ ആ അംഗൻവാടിയിൽ പോയിട്ട് ആ കുട്ടികളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ഈ പറയുന്ന ജനങ്ങളും പോകും. കാരണം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ അവരുടെ വീടുകളിലേക്ക് ചെന്ന് നമുക്ക് അവരുമായിട്ട് സംവദിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിവിടെ കൂടിയാലോചിക്കുകയും അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി കൊണ്ടുവരികയും വേണം. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതല്ല, മേധ ഉള്ളിടത്തോളം കാലം എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിലേക്ക് എന്ത് നേടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്ത് നൽകി എന്ന് ചിന്തിക്കാൻ കഴിയുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരുന്നത്. പ്രേമങ്ങളുടെ മനസ്സിലായില്ലേ മുടിയൊക്കെ വലിയ രോഗം എന്നതാണ് നമുക്ക് ചോദിച്ചു. ഇത് മുടിയില്ലെങ്കിൽ രോഗമാണ് എന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെന്റലായിട്ടുള്ള സമീപനമാണ്. പക്ഷെ പ്രേമ ടീച്ചറായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. എന്താ വെച്ചാല് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ അങ്ങനെ ജഡ്ജ് ചെയ്യും. അത് നമ്മുടെ ഈ ഒരു ജനറേഷന്റെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം പല യുവാക്കൾക്കും ഇഷ്ടമല്ല. ജഡ്ജ് ചെയ്യാണ് ഇന്ന വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ സ്ത്രീകൾ അത് സംസാരിക്കാനൊക്കെ പഠിക്കും. കാരണം ഇത് എന്താണ് ഓരോ ഭയങ്കര അപ്പൊ അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടൽ അനുഭവപ്പെടുമല്ലോ. ഞാനതിൽ നിന്ന് മറികടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഏത് സമയത്തും ഓരോ കാര്യങ്ങൾ ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ഓരോ കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ പ്രേമ ടീച്ചറെ സത്യം പറയാൻ SN കോളേജിന്റെ അകത്ത് വിദ്യാർത്ഥികളുടെ കൂടെ അല്ലാതിരുന്നപ്പോഴൊക്കെ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള ആളാണ്. കാരണം പലപ്പോഴും മോഹൻദാസിനൊക്കെ അറിയിട്ടുണ്ടാവും, എല്ലാവർക്കും ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവാം. നമ്മൾ ജനിച്ചു വളർന്ന വീടിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന കുറെ ആശയങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയമായിട്ട് കടുത്ത രാഷ്ട്രീയമുള്ളൊരു ഗൃഹാന്തരീക്ഷത്തിൽ വളർന്നിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് മുഖം തിരിക്കുന്ന അധ്യാപികമായിട്ടുള്ള ഒരു സ്ഥലത്ത് എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയം പറയാൻ താല്പര്യമുള്ള മെയിൻ ടീച്ചേഴ്സുമായിട്ട് മാത്രം സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ഭയങ്കര അഹന്തയാണ്, ആരോടും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് കുട്ടികളുടെ അടുത്താണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, ധൈര്യമായിട്ട് പറയാം. പക്ഷെ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ഏരിയേഷൻ ഇതായിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കവിടെ 12 കൊല്ലം ജോലിയെടുത്തൊരു സ്ഥലത്ത് പലപ്പോഴും എനിക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് പുറത്തു വന്നപ്പോൾ എനിക്കിപ്പോൾ ഒറ്റപ്പെടുന്നില്ല. കാരണം എനിക്ക് എൻ്റെ സമൂഹത്തിലെ എൻ്റെ ചിന്തകൾക്കും എൻ്റെ രാഷ്ട്രീയത്തിനും യോജിച്ച രീതിയിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുകയും ആ ചിന്തയും രാഷ്ട്രീയവും അതിനോട് യോജിക്കാത്ത ആളുകളുമായിട്ട് പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൺനെസ് ഉണ്ട്. നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഇത്. അപ്പൊ നടക്കാൻ പറ്റുന്നിടത്തോളം എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് സംസാരിച്ച് ഉണ്ടാക്കാം. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയുടെ ഈ സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതിനിവിടെ നിർത്തുകയാണ്. പിന്നെ ഒരു കാര്യം മാത്രം, ഞങ്ങൾ പാരന്റിങ്ങിൻ്റെയൊക്കെ മൊഡ്യൂൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ പറയാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ചർച്ചയൊക്കെ കഴിയുന്നതുകൊണ്ടാണ്. നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന്റെ എക്സസൈസ് വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മുടെ അമിഗ്ഡല പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അമിഗ്ഡല, ഇതൊക്കെ എത്ര പ്രായമായാലും വികസിക്കും. അതിന് നമുക്ക് വ്യായാമം തന്നെ വേണം. എണീറ്റ് നിന്ന് വ്യായാമം നടത്താൻ പറ്റില്ല, ഇരുന്നിട്ടായാലും കയ്യും കാലൊക്കെ ചലിപ്പിക്കുന്ന തരത്തിലുള്ള വ്യായാമം ഉണ്ടായാൽ ആ കോർഡിനേഷൻ വഴി നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന അനുരണനങ്ങൾ അൽഷൈമേഴ്സിനെയും അതുപോലെ തന്നെ ഡിമെൻഷ്യയൊക്കെ മാറ്റി നിർത്താൻ സഹായിക്കുമെന്നുള്ളൊരു ടിപ്പ് അങ്ങനെ ടിപ്പ് തരണ്ടേ. ആ ടിപ്പ് തന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്.